ഡിസംബർ 25 ക്രിസ്മസ് ആണ്. വെക്കേഷൻ ആയത് മുതൽ ഞാൻ പറയലോടിങ്ങനെ നമുക്ക് ഒടുക്കെങ്കിലും ട്രിപ്പ് പോകാൻ എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്ലാൻ ഇടാണ്, ഒടുക്ക് പോകണം, ഊട്ടിക്ക് പോകണം, കൊടൈക്കനാലിക്ക് പോകണം, മൂന്നാർക്ക് പോകണം, എവിടേക്ക് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തു നമുക്ക് ഊട്ടി പോകാമെന്ന്. അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീച്ചപ്പോൾ ഞാൻ അമ്മനോട് ചോദിച്ചു, അല്ല നമ്മളല്ല ഊട്ടി പോകാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഉമ്മ പറഞ്ഞില്ല കാര്യമാണ് ഞാൻ പറയാം. ഞങ്ങൾ 3 ദിവസമായി ഇപ്പോൾ പെരയില്ല, മൂന്നല്ല വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതുപോലെ അങ്ങനെ കാര്യമായിട്ട് വീട്ടിലൊന്നും ഇല്ലേനി, ഓരോ തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള ക്ഷീണം ഞങ്ങളെല്ലാവരും മുഖത്തുണ്ട്. അപ്പോൾ ഇപ്പൊക്കെ ഇനി ഊട്ടി വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയൂല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതേപോലെ ഞങ്ങളൊപ്പം ഒരു ഫാമിലീനെ കിട്ടിയിട്ടുമില്ല. നമ്മളൊപ്പം ഒരു ഫാമിലിയും കൂടി ഉണ്ടാകുമ്പോഴാണ് അത് വേറെ രസമാവുള്ളൂ, മറ്റേത് നമുക്കൊരു വൈബ് ഉണ്ടാവില്ല. അപ്പോൾ അതുമാണ്. പിന്നെ അതുമല്ല ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് റോഡിൽ വയനാട് ചുരത്തിൽ പ്രത്യേക തിരക്കുണ്ടാവും. പിന്നെ പറഞ്ഞ് ഏതായാലും നമുക്ക് ഇന്ന് പോകണ്ട, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പോകാമെന്ന്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിന്. എന്നെക്കാൾ ആഗ്രഹമുള്ള എൻ്റെ ഒപ്പക്കായിരുന്നു. ഊട്ടിയിലിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ഡിസംബറിൽ ഇപ്രാവശ്യം നല്ല മഞ്ഞുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നല്ല ആഗ്രഹം ഉണ്ടായി. സംഗതി ഒരു സാഹചര്യം മൂലം ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ രാവിലെ മൊത്തം പ്ലാനിങ് ആയിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നിലമ്പൂർ പോകാമെന്ന്. പിന്നെ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യം വരുന്നില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞൊരു ഐഡിയ ആണ്, നമുക്ക് കോഴിക്കോടൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന്. മെയിനായിട്ട് പോകാൻ വിചാരിച്ചത് മിഠായി തെരുവും അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ച്, ലുലു മാളോ, ഹൈലൈറ്റ് മാളോ, ഗോകുല മാളോ ഏതിലെങ്കിലൊക്കെ ഒന്ന് പോകാമെന്നായിരുന്നു. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി റെഡി ആവാണ്. 12 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനും ലീവ് പോവാണ്. സംഗതി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഊട്ടിൽ പോകാൻ. എന്താ കാട്ടുക, പോകാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ പൊതുവെ അധികം ട്രിപ്പ് പോലെ ഈ മസനഗുഡി വഴി ഊട്ടിക്ക്, ബന്ദിപ്പൂര് അങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കാണ്. എനിക്ക് അവിടെ കണ്ട് ചടിച്ച് സത്യം പറഞ്ഞാൽ ഊട്ടി കണ്ട് ചടിച്ച് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അങ്ങനെ കഴിഞ്ഞ വർഷം 50 വർഷം കൂടി കൂട്ടി ഞങ്ങൾ 5 പ്രാവശ്യമായിട്ട് ഊട്ടിക്ക് പോയിട്ടുണ്ട്. എൻ്റെ അമ്മക്കും ഉപ്പക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടെ. എന്താണ് ഈ മസനഗുഡി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. 2 കുരങ്ങന്മാർ, കുറച്ച് മാന്, ആന, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കാണും. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ മുതലായത് ഞങ്ങൾ ഒരു പ്രാവശ്യം കരടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഇന്ന് കുറച്ച് വെറൈറ്റി ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു മന്തി ഷോപ്പിൽ കയറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട, ഞാൻ വലിയ ഇതിൽ ചുറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഇടുമ്പോൾ തന്നെ പറഞ്ഞിട്ട് എത്ര നേരം ചുറ്റിയിടുന്ന് നോക്കാമെന്ന്. ഞാൻ പിന്നെ വെറുതെ ഇട്ടതാണ്, അത് കുറേ നേരം ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കും അറിയാം. അങ്ങനെ പിന്നെ മന്തിയൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ഈ വണ്ടിൻ്റെ മേലെ പുല്ലൊക്കെ പിടിച്ച് ഒരു നല്ല അടിപൊളി പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞ് എനിക്ക് ഞാൻ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്താലേ തന്ന്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പോയത് ലുലു മാൾക്കാണ്. ഫുഡ് കഴിച്ച ഉടനെ ഇറങ്ങിയിട്ടാണോ എന്ന് അറിയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആ മന്തിൻ്റെ ആ ഒരു മന്ദപ്പ് പോലെ ഇങ്ങനെ തലക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണമുണ്ട് പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ലുലു മാളിൽ അത്യാവശ്യം ആളും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ക്ഷീണം മീൻസ് ഒരു തലവേദന, അതുപോലെ തന്നെ ഉറക്കം വരിക, അങ്ങനെ ഓരോന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ താഴത്തോട്ട് വിട്ട് അവിടെ കുറച്ച് ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഇന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോരോ കളികൾ കളിക്കണമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് എന്നിട്ടും ക്ഷീണം പോണില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഏതായാലും ഇവിടുന്ന് പോവുക, ചടിച്ചൊന്നാകെ. ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് ചടിച്ച് വേറെ ഒന്നും, ഞങ്ങൾ ലുലു ഫാഷൻ സ്റ്റോറിൽ ഇങ്ങനെ കയറി ഒന്ന് ചുറ്റിക്കറങ്ങി എന്നല്ലാതെ ലുലു മാളിൽ അങ്ങനെ വേറെ ഒന്നും ഞങ്ങൾ നോക്കിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിലേക്ക് ഈ ഒരു വെയിലെത്തി, ഈ ഒരു നട്ടുച്ച സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയപ്പോഴോ ഇനി വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ ഇനി വലിയ കഷ്ടം, അമ്മാതിരി വെയിലായിരുന്നു അവിടെ. അപ്പോൾ ഇമ്മ പറഞ്ഞ് നമുക്ക് ചായ കുടിക്കാൻ പോകുന്നത്. എൻ്റെ അമ്മക്ക് അറിയുമ്പോൾ നല്ല ഇഷ്ടമാണ് ചായ. ഇപ്പൊക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ ഇമ്മക്ക് അങ്ങനല്ല. അമ്മക്ക് ചായ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാനോ ചായ കുടിക്കാത്ത ഒരാളുമാണ്. അങ്ങനെ അവിടെ പോയി ഇതിൽ കയറിയപ്പം ഈ ഒരു കഫേ കയറിയപ്പോൾ അവിടെ ചായ ഉണ്ടോ ചോദിച്ചപ്പോൾ ചായ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതേപടി അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് എനിക്കും ലിയക്കും അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചായ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കയറിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ചായ കുടിക്കൂല, പിന്നെ എനിക്ക് കോഫിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, കുടിക്കും വലിയ താല്പര്യമില്ല. പിന്നെ ഈ തണുപ്പുള്ളതൊക്കെ എന്തായാലും തണുപ്പുള്ള എന്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ കുറേ നേരം ചായൻ്റെ വീഡിയോ എടുത്തു നോക്കി, ഈ പുക പോണ ഇത് കിട്ടുമോ നോക്കാം. പക്ഷെ എനിക്കത് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കല്ലുമ്മക്കായ എന്തോ പുയിഞ്ഞതല്ല, കല്ലുമ്മക്കായ പൊതുവെ കഴിക്കലുണ്ട്, പക്ഷെ അങ്ങനത്തെ അല്ല, വേറെ എന്തൊരു ടൈപ്പായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വന്നു. വെയിലിനൊരു ആക്കും ഇല്ലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഏതായാലും ബീച്ച് വന്നതല്ലേ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാത്തൊരു ആളാണ്. എൻ്റെ ഇപ്പം സമ്മതിക്കൂല ഈ വെള്ളത്തിൽ കളിക്കാൻ.
പിന്നെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളത്തിൽ കളിക്കാൻ അങ്ങനെ സമ്മതിക്കാറില്ല. എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആ വെള്ളത്തിൽ പോയി നിന്നിട്ടൊരു കാര്യമില്ലല്ലോ. ഫ്രണ്ട്സും അതേപോലെ തന്നെ ഇമ്മച്ചും ഇപ്പച്ചും എല്ലാവരും കൂടി വെള്ളത്തിൽ കയറുകയാണെങ്കിൽ രസമുണ്ടാവും. പിന്നെ ഞങ്ങളവിടെ അങ്ങനെ ഓടിക്കളിക്കാൻ ഈ കിളികളൊക്കെ കൂട്ടത്തിലുള്ളവരെ കിളികളൊക്കെ പാർപ്പിക്കുക അങ്ങനെയൊക്കെ ഓരോ പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാരൊരു തിരക്കുണ്ടായിരുന്നു. എന്താ വെച്ചാൽ സാന്റാക്ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലിയക്ക് വലിയ ആഗ്രഹം സാന്റാക്ലോസിൻ്റെ ഒപ്പം പോയി ഫോട്ടോ എടുക്കണമെന്ന്. പിന്നെ സാന്റാക്ലോസിൻ്റെ അടുത്ത് പോയി കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു, ഒരു മിഠായിക്കൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് നല്ല ക്ഷീണം, അമ്മാതിരി വെയിൽ പറഞ്ഞാൽ അമ്മാതിരി വെയിൽ. ഞങ്ങൾ അങ്ങനെ ഒരു 4:30 ആകുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ വരുന്നത്. ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ടതും അതേപോലെ തന്നെ സോഡയും കാന്താരി സോഡയൊക്കെ കുടിച്ചു. ഈ ബീച്ചിൽ വന്നാൽ ഞങ്ങൾക്ക് മെയിൻ എന്താ വെച്ചാൽ ഈ ഉപ്പിലിട്ടതും കല്ലുമ്മക്കായ പൊരിച്ചതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ഗൂഗിൾ മാൾക്കാണ് വിട്ടത്. എൻ്റെ അമ്മ പറഞ്ഞ് നെക്സ്റ്റ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാമെന്ന്. പിന്നെ ഈ ബീച്ച് പോയിൻ്റെ ലുലു മാൾ പോയിൻ്റെ ക്ഷീണം മൊത്തം എൻ്റെ മുഖത്തുണ്ട്. എന്താ അറിയില്ല, ഫുഡ് കഴിച്ച ഉടനെ ഇറങ്ങിയോണ്ടും അതേപോലെ തന്നെ വെയിലായതുകൊണ്ടും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഗൂഗിളത്ത് പോയി ഒന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റോ പോയി സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ അപ്പോഴത്തേനും ചാർജും തീർന്നു. അപ്പോൾ നമുക്ക് വീഡിയോസ് നെക്സ്റ്റോന്നും അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊന്നല്ല, ഡ്രസ്സൊന്നും വാങ്ങണില്ല. പിന്നെ വെറുതെ ഇങ്ങനെ വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറി നോക്കിയേനി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇനി പെരെ പോണതിൻ്റെ വഴിയിലായിരുന്നു ലുലു മാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ലുലു മാൾ ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും കൂടി ലുലു മാൾ കയറാനൊരു ആഗ്രഹം. കാണിച്ചാൽ ഉച്ചക്ക് പോയത് ഒന്നാകെ ഫ്ലോപ്പായി. കാണിച്ചാൽ ആ ഒരു മന്തി കഴിച്ചതിന് ക്ഷീണം മൊത്തം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലുലു മാൾ പോയപ്പോൾ വെറും ഫാഷൻ സ്റ്റോറിൽ മാത്രം കയറി ഇങ്ങനെ അവിടെ അട്ട നോക്കി നടക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം പോയിക്കാണല്ലോ. അപ്പോൾ ലുലു മാളൊന്ന് ഞങ്ങൾക്കൊന്ന് അടിച്ചു പൊളിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമുക്കൊന്നുകൂടി ലുലു മാൾ പോകാമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ലുലു മാൾ കയറിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് ഉള്ളിലേക്കൊന്നും കയറണ്ട, നമ്മളിങ്ങനെ പുറത്തിങ്ങനെ വെറുതെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ അമ്മ പറഞ്ഞ് നമ്മളെന്തോ ഓഫറൊക്കെ ഈ ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സാധനങ്ങളൊന്നും കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല, വെറുതെ ഇങ്ങനെ കയറി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയും കൂടി ആയപ്പോൾ അതിൻ്റെ അത്ര തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ഓഫറൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചതിന്. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാളിൽ പോയപ്പം അവിടുത്തെ നെസ്റ്റോ കയറിന്. അപ്പോൾ അവിടുത്തെ നെസ്റ്റോത്തെയും പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ വില കമ്പയർ ചെയ്യുന്നത്. ഇതിൽ 10 രൂപ കൂടുതലാണ്, അതിൽ 10 രൂപ കുറവാണ്, ഇതിൽ 5 രൂപ കൂടുതലാണ്, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. പിന്നെ ഇവിടെ നല്ല ഫുഡിനുള്ള സെക്ഷൻ ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രഷ് ക്രീം അങ്ങനെ എന്തോറ്റാണ് അതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഇങ്ങനെ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാൻ. കറയിട്ടൊന്നും വാങ്ങിയില്ല. ഈ മധുരപ്പുളിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞില്ലേ ലുലു മാളിൽ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ മധുരപ്പുളി ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ക്രിസ്മസ് ട്രീറ്റോ അങ്ങനെ എന്തോ ആണുള്ളത്, അങ്ങനെ എന്തോ ഒരു പേരാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോയി. അവിടെ അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഗെയിമിനുള്ള കുറച്ച് ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡും ഉണ്ട്, നമ്മളെ ചായ, പിന്നെ അതുപോലെ വൈന്, അങ്ങനത്തെ പ്ലം കേക്ക് അങ്ങനെയൊക്കെ ഓരോ നേരം. ഞാൻ ചാടിക്കില്ല, നമുക്ക് ഇപ്പൊക്കും 2 ചായ വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയ ക്രീമും എനിക്കുണ്ടായിന്. പിന്നെ ലിയ ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ മധുരപ്പുളി വാങ്ങിയില്ലല്ലോ, അതും കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിയിന്. അപ്പോൾ മധുരപ്പുളി അവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നാണ്, ഓറഞ്ച് പിന്നെ അവിടെ ഇരുന്ന് തിന്നാണ്ടില്ലല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നാണ്. ഇന്ന് എനിക്ക് ഏറ്റവും നമ്മൾ വന്നില്ല ഔട്ടിങ്ങിന് വന്നപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഈ ഒരു ലുലു മാൾ കയറിയതാണ്. കാണിച്ചാൽ അടിപൊളിയായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേന് എൻ്റെ ഫോൺ ഒന്നും കൂടി സ്വിച്ച് ഓഫ് ആയിന്. ബാറ്ററി ലോ ആയിരുന്നു, ചാർജ് പറ്റ കുറവായിന്. പിന്നെ ഇന്ന് ഔട്ടിങ്ങിൽ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ലുലു മാൾ ലാസ്റ്റ് കയറിയതാണ്. പിന്നെ എനിക്ക് മുതലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ മാളിൽ പോയപ്പം എനിക്കൊരു മേബ്ലൈൻ ഫിറ്റ്മിൻ്റെ ഒരു കോമ്പാക്റ്റ് വാങ്ങിനി. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ അതേ എക്സാക്റ്റ് കളറിലെ ഒരു കോമ്പാക്റ്റാണ് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ലിയക്ക് എന്താ വെച്ചാൽ ഒരു കുറച്ച് പെന്നും പെൻസിലും അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സാധനവും വാങ്ങിനി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ വെക്കേഷനിൽ എല്ലാവരും ട്രിപ്പ് പോയെന്നൊക്കെ കമൻറ്റ്